വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി ആണ് കേട്ടോ. സോ ഫാർമക്കോളജി എന്താണ് എന്ന് പഠിക്കുന്ന ഒരു ഭാഗമാണ്. സോ ബേസിക്കലി ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം വരാറില്ല. എന്നാൽ തന്നെയും വരികയാണെങ്കിൽ 2 മാർക്കിനൊക്കെ ആയിരിക്കും മിക്കവാറും ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി എന്ന് വരിക കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. 5 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആയിരിക്കും മിക്കവാറും വരണ്ടാവുക. സോ എന്താണ് ഫാർമക്കോളജി? സോ ഫാർമക്കോളജി എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രഗ്, ഒരു ലിവിങ് ബോഡി അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിലേക്ക് നമ്മൾ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാവുന്നു, അത് ഏതൊക്കെ രീതിയിൽ മാറുന്നു, എന്തൊക്കെ ആക്ഷൻസ് തരുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഫാർമക്കോളജി. ഒരു ഫാർമസിനെ സംബന്ധിച്ച് എത്രത്തോളമാണ് ഫാർമക്കോളജി എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു മെഡിസിനൽ കെമിസ്ട്രി പോലെ അല്ലെങ്കിൽ ഒരു ഫാർമക്കോളജി പോലെ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഫാർമക്കോളജിക്ക് കേട്ടോ. സോ ബേസിക്കലി നമുക്ക് ഫാർമക്കോ കൈനറ്റിക്സും ഫാർമക്കോ ഡൈനാമിക്സും ആണ് ഫാർമക്കോളജിയിൽ പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കൈനറ്റിക്സ് എന്ന് നോക്കാം. സോ നമുക്ക് പണ്ട് മുതൽ നമ്മൾ പഠിക്കാറുണ്ട് കൈനറ്റിക്സ്, മൂവ്മെന്റ് എന്ന് പഠിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡ്രഗ് നമ്മൾ കഴിച്ചാൽ നമ്മളെ ബോഡി നടക്കുന്ന അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം ആൻഡ് എക്സ്ക്രീഷൻ, സോ കോൾഡ് ആസ് ADME എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് നമ്മൾ ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ആ മരുന്ന് എക്സ്ക്രീഷൻ ആകുന്ന വരെ, നമ്മളെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഫാർമക്കോ കൈനറ്റിക്സിൽ പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫാർമക്കോ ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് കിട്ടും. അതായത് പാരസെറ്റമോൾ പോലുള്ള ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് പനി കുറയത്തില്ലേ, അതിനെയാണ് നമ്മൾ ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അതായത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ടാർഗറ്റ് സൈറ്റ്സ് ഉണ്ട്, അവിടെ പോയിട്ട് മരുന്ന് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് തെറാപ്യൂട്ടിക് എഫിക്കസ് തരുന്നു എന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്ന ഭാഗമാണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് ഹിസ്റ്ററി ആണ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. അങ്ങനെ ഇതൊരു ചോദിച്ചിട്ടുമില്ല, ചോദിക്കത്തുമില്ല കേട്ടോ. സോ മോഡേൺ ഫാർമക്കോളജിൻ്റെയും കുറച്ച് ഇയേഴ്സും ഹിസ്റ്ററിയും പറയുന്നുണ്ട്. സോ അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. സോ സ്കോപ്പ് ഓഫ് ഫാർമക്കോളജി എന്തൊക്കെയെന്ന് പറയാം. അതായത് ഒരു മരുന്ന് കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഫാർമക്കോളജി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഫസ്റ്റ് വൺ. 2 ഡ്രഗ് ഡെവലപ്മെന്റ്, ഒരു പുതിയ ഡ്രഗ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ പുതിയ ഡ്രഗുമായി ബന്ധപ്പെട്ട ഫാർമക്കോളജിക്കൽ എഫക്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ഫാർമക്കോളജി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി എക്സ്പാൻഡ് അപ്രോച്ച് ആണ്. ഒരുപാട് ഇപ്പൊ എക്സാമ്പിൾ കമ്പ്യൂട്ടറിന്റെ യുഗമാണല്ലോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഡ്രഗ് ഡിസൈൻസ്, ജനറ്റിക് സ്ക്രീനിങ് അല്ലെങ്കിൽ പ്രോട്ടീൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൻഡ് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ഡ്രഗ് ആണ്. ഒരു മരുന്നിന്റെ എഫിക്കസി, സേഫ്റ്റി, അതിന്റെ ഒപ്റ്റിമൽ യൂസ്, എത്ര ഡോസിലാണ് മരുന്ന് കൊടുക്കേണ്ടത്, എത്ര വരെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ, ഏത് രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, ഓറൽ കൊടുക്കണോ, പാരലൽ കൊടുക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൊടുക്കണോ, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഫാർമക്കോളജിയുമായി ബന്ധപ്പെട്ടുണ്ട്. സോ ടൈപ്പ് ഓഫ് ഫാർമക്കോളജി പറയുവാണെങ്കിൽ 2 തരത്തിലാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ഫാർമക്കോളജി. അതായത് ഒരു മരുന്നിന്റെ ആക്ഷൻ ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന, ഒരു സേഫർ യൂസിലെ ഡ്രഗിനെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ ഫാർമക്കോളജി, ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെരിമെന്റൽ ഫാർമക്കോളജി. എക്സ്പെരിമെന്റ്സ് എവിടെയാണ് ചെയ്യുന്നത്? നമ്മൾ ലാബുകളിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെരിമെന്റ്സുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മൃഗങ്ങളിലാണ് നമ്മൾ പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ റോഡൻസുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ നോൺ റോഡൻസിലൊക്കെയാണ് പഠിക്കുക. അത് കൂടുതൽ നമ്മൾ നോൺ ലബോറട്ടറി സെറ്റപ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇനിയും ഫാർമക്കോളജിക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. കൈനറ്റിക്സും ഡൈനാമിക്സും ഞാൻ പറഞ്ഞു. ഇനി പറയുന്ന ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് ആണ്. ഒരു മനുഷ്യന് ഡ്രഗ് ബേസ് ചെയ്ത് ഏത് അസുഖത്തിന് ഏത് മരുന്ന് കൊടുക്കാമെന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഇസ് ടോക്സിക്കോളജി ആണ്. അതായത് പോയിസൺ, അതിന്റെ എഫക്റ്റ്, അതിന്റെ ആൻഡ്രോയിഡ്, ആ പോയിസൺ അഗെയിൻസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് ഏതാണ്, ആ പോയിസൺ എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിക്കുന്നതിനാണ് നമ്മൾ ടോക്സിക്കോളജി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് റിലേറ്റ് ഫീൽഡ് ആണ്. നമ്മുടെ ഫാർമസി അല്ലെ, ഒരു മരുന്ന് ഡിസ്പെൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ മരുന്നിനെ പറ്റി ഒരു പേഷ്യന്റ് പറഞ്ഞു കൊടുക്കാനും ഫാർമക്കോളജി ആവശ്യമാണ്.
തെറാപ്യൂട്ടിക്സിന് ആവശ്യമാണ്, കീമോതെറാപ്പി. അല്ലെങ്കിൽ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്യാൻസർ ആണെന്ന് മാത്രം കരുതരുത്. നമ്മൾ TBക്ക് മരുന്ന് കൊടുത്ത കീമോതെറാപ്പിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആൻറ്റി ഫംഗലിന് മരുന്ന് കൊടുത്ത കീമോതെറാപ്പിയാണ്. കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മരുന്നുകളാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഫാർമക്കോജെനറ്റിക്സ്, ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ് ഡ്രഗ് റെസ്പോൺസുകൾ. ചില സമയങ്ങളിൽ നമുക്ക് ചില എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചില മരുന്നുകൾ മാത്രമേ ചിലർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഫാർമക്കോജെനറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇതിനാവശ്യമായ മരുന്നുകളുടെ സോഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനാവശ്യമായ ഡേറ്റാസ് കിട്ടുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഇതും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോപ്പിയ, IP എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള IPs ഉണ്ട്, നിങ്ങളത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ റെഫറൻസ് ബുക്സുകൾ ഉപയോഗിക്കാം, നമുക്ക് ഒരുപാട് റെഫറൻസ് ബുക്സുകൾ അവൈലബിൾ ആണ്. പിന്നെ ഡിജിറ്റൽ സോഴ്സ് ഉണ്ട്, പബ്മെഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡ് ലൈന് പോലുള്ള ഒരുപാട് ഡിജിറ്റൽ സോഴ്സ് ഉണ്ട്, നമുക്ക് അതും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഡ്രഗ് നോമൻക്ലേച്ചർ. സോ ഒരു ഡ്രഗിന് നമ്മൾ എങ്ങനെ അറിയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു മരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, എന്തൊക്കെ രീതിയിലാണ് ഫാർമക്കോളജി യൂട്ടിലൈസ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ നെയിം. ഏതൊരു മരുന്നിനും അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ പ്രകാരം ഒരു പേരുണ്ടായിരിക്കും. രണ്ട് ജനറിക് നെയിം, അതായത് നമ്മൾ ഒരു മരുന്നിന് ഒരു പേര് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പാരസെറ്റമോൾ IP അല്ലെങ്കിൽ അസക്ലോഫെനാക് IP എന്ന് പറയുന്നത് പോലെ. രണ്ട് ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും, അതിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരസ്റ്റമോൾ തന്നെ കാൽപോൾ, ഡോളോ എന്ന് പറയും. ഓക്കെ, സോ കെമിക്കൽ നെയിം പാരസ്റ്റമോൾ നോക്കുന്നെങ്കിൽ അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് അസെറ്റമിനോഫെൻ ആണ്, അസെറ്റമിനോഫെൻ. ആൻഡ് ജനറിക് നെയിം ആണെങ്കിൽ പാരസെറ്റമോൾ IP ആൻഡ് ബ്രാൻഡ് നെയിം ആണെങ്കിൽ ഡോളോ. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ, എളുപ്പമാണ് അല്ലേ. സോ നാച്ചുറൽ സോഴ്സ് ഓഫ് ഡ്രഗ്, നമുക്ക് ഒരുപാട് ഈ ഒരു കെമിക്കൽ വഴി മാത്രം ആകണമെന്നില്ല, നമുക്ക് വേറെ ഒരുപാട് വഴി നമുക്ക് മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാൻ സോഴ്സ് നമ്മൾ എവിടെയാണ് പഠിക്കുക, ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന ഭാഗത്ത് പ്ലാൻ സോഴ്സിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ മരുന്നുകൾ എടുക്കാം എന്നുള്ളത് പഠിക്കും. പിന്നെ ആനിമൽ സോഴ്സ് ലൈക്ക് പോർക്ക്, ബീഫിന്റെ പാങ്ക്രിയാസ്, തൈറോയിഡിന്റെ പൗഡർ, ഹെപ്പാരിൻ പോലുള്ള ഉണ്ടാക്കാൻ പറ്റും ആനിമൽ സോഴ്സിൽ നിന്ന്, അത് നമ്മൾ പഠിക്കുന്നുണ്ടാകും. മിനറൽ സോഴ്സ്, ഒരുപാട് മിനറൽ സോഴ്സ് ലൈക്ക് സൾഫേറ്റ്, ഫെറസൾഫേറ്റ് നമുക്ക് അനീമിയ കൊടുക്കുന്നു. മെഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ പർഗേറ്റീവായിട്ട് നമുക്ക് കൂടുതലായിട്ട് മോഷൻ പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, അധികം ഒന്നും വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ആൻഡ് മൈക്രോബയോളജിക്കൽ ആൻഡ് സെമി സിന്തറ്റിക് സോഴ്സ് ഉണ്ട്. സോ മൈക്രോബയോളജിക്കൽ സോഴ്സ് എന്താണ്, ഫംഗി, മോൾഡ്, ബാക്ടീരിയ, അതൊക്കെയാണ് എക്സാമ്പിൾ വരിക. സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലി മോഡിഫൈ ചെയ്യുന്നതാണ്. നമ്മൾ ലാബിലൊക്കെ നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കാറില്ലേ, അല്ലെങ്കിൽ സെമി സിന്തറ്റിക് ഹ്യൂമൻ ഇൻസുലിനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി സിന്തറ്റിക് ആൻഡ് ബയോ സിന്തറ്റിക് സോഴ്സ് ആണ്. സോ ഇതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. സിന്തറ്റിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമ്മൾ ലാബിലൊക്കെ ഉണ്ടാക്കില്ലേ, ആസ്പിരിൻ ഉണ്ടാക്കാറില്ലേ, ആൻറ്റി ഹിസ്റ്റമിൻസ് ഉണ്ടാക്കാറില്ലേ, അതൊക്കെ തന്നെയാണ്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കൂടുതലും കെമിക്കൽ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ബയോ സിന്തറ്റിക് സോഴ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ ഡ്രഗ് DNA റീകോമ്പിനന്റ് ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻസുലിൻ ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ, DNA റീകോമ്പിനന്റ് ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പിന്നെ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് വാക്സിൻസുകൾ ഉണ്ട് കേട്ടോ, ലൈക്ക് ഇൻസുലിൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ കൂടുതലും മോളിക്കുലർ ബയോളജി, ഇമ്മ്യൂണോളജി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ബയോ സിന്തറ്റിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിന്തറ്റിക് സോഴ്സ് ഉണ്ട്, ബയോ സിന്തറ്റിക് സോഴ്സ് ഉണ്ട്. എളുപ്പമല്ലേ, എളുപ്പമാണ്. സോ ഫ്യൂച്ചർ ഓഫ് ഫാർമക്കോളജി. സോ എന്താണ് ഫാർമക്കോളജി? സോ ഫാർമക്കോളജി ഒരുപാട് തരത്തിൽ നമുക്ക് ഇങ്ങനെ അഡ്വാൻസ് ആയി വരുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്ട്രാ നോട്ടായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ എഴുതാമെന്നുള്ളതേ ഉള്ളൂ, വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാകും. സോ നെക്സ്റ്റ് ഇടണം. താങ്ക് യു.